ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ ഒന്നും രണ്ടാണ്, നമ്മൾ രണ്ടും ഒന്നാണ്. ഫാത്തിമ ഫാത്തിമ പാട്ടല്ലേ? ഇനി ഏത് പാട്ടിന്റെ കേൾക്കുമ്പോ ആ പാട്ടൊക്കെ ഈ വരി എന്ന് വെച്ചാല് ഒന്നുകിൽ ഏകം, തനിയെ, ഒറ്റയ്ക്ക്, അല്ലെങ്കിൽ പിന്നെന്താ പറയാ പിന്നെ ആരോരുമില്ലാതെ എന്നുള്ള വാക്കുകൾ ഇങ്ങനെ നമ്മൾക്ക് മനുഷ്യൻ വല്ലാത്ത രണ്ട് വിരഹത്തിന്റെ ഇടയിലുള്ള കൂടിച്ചേരലാണ് നമ്മുടെ ജീവിതം. ഏതായ വിരഹം? ഒന്ന് പ്രധാനപ്പെട്ട വിരഹം ഉമ്മ എന്ന് പറയുന്ന ശരീരത്തിലെ ജൈവികമായി ചേർന്ന് നിന്ന ഒരു രൂപമായിരുന്നു നമ്മൾ. ഉമ്മ, മാതാവ് എന്ന് പറയുന്ന ശരീരത്തിൽ ജൈവികമായി ചേർന്ന് നിന്ന് നമ്മൾ മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ തന്നെ നമുക്കൊരു കട്ടിങ് അനുഭവപ്പെട്ടു. നാഭീനാള ബന്ധം മുറിച്ച് മാറ്റിയപ്പോൾ തന്നെ നമുക്കൊരു വേദന. ആ വേദന ഉണ്ടാക്കി തന്ന വിരഹം എന്ന് വെച്ചാൽ ഏതോ ഒരു സ്വസ്ഥതയിൽ നിന്ന് നാം ഒരു അസ്വസ്ഥതയിലേക്ക് പിറന്നു വീണതിന്റെ വിരഹമാണ്. ഇനി അടുത്ത വിരഹം, ഒടുവിലത്തെ വിരഹം, അത് നമ്മൾ ഇവിടുന്നൊക്കെ ഇവരൊക്കെ പിരിഞ്ഞു പോണല്ലോ. ഞാനിക്കാണല്ലേ ഈ മനോഹര തീരത്തു തരുമോ കവിത കേൾക്കുന്ന ആൾക്കാരാണ് അല്ലേ? ഇനിയൊരു ജന്മം കൂടി കവിതയിൽ വല്ലാത്ത തോന്നാൻ എന്താ അറിയാ? ചന്ദ്രകളഭം ചാർത്തിയുറങ്ങുന്ന തീരത്ത് എനിക്ക് ഒരിക്കൽ കൂടി ജനിക്കണം എന്നുള്ള തോന്നൽ, ഒരിക്കൽ കൂടി ഈ ആകാശത്തെ കാണാൻ, ഈ തിരമാലകളെ കാണാൻ, ഈ പൂക്കളെ കാണാൻ, പൂമ്പാറ്റകളെ കാണാൻ വല്ലാത്ത കൊതി. പക്ഷേ അകത്തെവിടെയോ ഒരാളുടെ മന്ത്രമുണ്ട്, അധിക നാളൊന്നും ഈ സ്വസ്ഥമായി ജീവിക്കില്ല, നീ പിരിഞ്ഞു പോകേണ്ടവരാണ്. ഈ രണ്ട് വിരഹത്തിന്റെ ഇടയിലുള്ള സംഗമങ്ങളാണ്, ആ സംഗമങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് ജീവിതം. അതാണ് ജീവിതം. അപ്പൊ ഇനി ഞങ്ങൾ ആലോചിക്കുന്നതാണ്, എന്നെ നിങ്ങൾ കണ്ടുമുട്ടുന്നു എന്ന് പറയുന്നത് ജീവിതത്തിലെ ഒരു ഘട്ടമാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കണ്ടുമുട്ടുന്നു എന്ന് പറയുന്നത് ജീവിതത്തിലെ മറ്റൊരു ഘട്ടമാണ്. നിങ്ങളും ഭാര്യയും കാത്തിരുന്ന് നിങ്ങളിലേക്ക് കടന്നു വരുന്ന സന്താനങ്ങളെ നിങ്ങൾ കണ്ടുമുട്ടുന്ന ദിവസം അതിൽ മറ്റൊരു കണ്ടുമുട്ടുന്ന ഘട്ടമാണ്. ഇങ്ങനെ ആലോചിക്കുമ്പോൾ നിരന്തരം നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യന്മാരുടെ ഹൃദയങ്ങളിൽ ചേർത്ത് വയ്ക്കുന്ന സന്തോഷം, സന്താപവും, അസൂയയും, കുശുമ്പും, പകയും, വിദ്വേഷവും ഒക്കെ തന്നെ ചേർന്നതിന് പറയുന്ന പേരാണ്. ഇനിയിപ്പോ നിങ്ങൾ ആലോചിക്കുന്ന ജീവിതത്തിന് ആനന്ദമുണ്ടോ? സാർ, ആനന്ദമുണ്ടോ ജീവിതത്തിന്? സന്തോഷം. പക്ഷെ ഞാൻ പറഞ്ഞത് ശരിയാണോ? വീട്ടിലെത്തി എനിക്ക് ഭയങ്കര സുഖ. പക്ഷെ ജോലി സ്ഥലത്ത് ഒരു വൃത്തം കേട്ട ഒരു മാനേജർ അയാളെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും. ജീവിതം എന്ന് പറയുന്ന ഈ മനോഹരമായ വളരെ എണ്ണപ്പെട്ട നാളുകൾ മാത്രം നാം അനുഭവിക്കുന്ന ഈ ഒരു സൗഖ്യത്തെ, ക്ഷേമത്തെ എങ്ങനെയാണ്, ആര് ചേർത്താണ് ഇതിൽ പുളിയും എരിവും അതുപോലെ തന്നെ വല്ലാത്ത നീച്ചലുമൊക്കെ കൂടുതൽ ഉണ്ടാക്കുന്നത്? അത് നാം കണ്ടുമുട്ടുന്ന മനുഷ്യന്മാരുമായി നാം സ്ഥാപിച്ചെടുക്കുന്ന ബന്ധത്തിന്റെ സൗന്ദര്യവും അല്ലെങ്കിൽ അതിന്റെ വൈകല്യവുമാണ്. അവിടെയാണ് ചോദ്യം. എന്റെ ഭാര്യയുടെ ജീവിതത്തെ സുന്ദരമാക്കുന്ന കാര്യത്തിൽ ഞാനെന്ന ഭർത്താവിന്റെ പങ്ക് എന്താണ്? എന്റെ ഭർത്താവ് എന്ന മനുഷ്യന്റെ ജീവിതത്തെ സുന്ദരമാക്കുന്നതിൽ, ക്ഷേമകരമാക്കുന്നതിൽ ഞാനെന്ന ഭാര്യയുടെ ഇണയുടെ പങ്കെന്താണ്? എന്റെ പ്രിയപ്പെട്ട മകന്റെ ജീവിതത്തെ സുന്ദരമാക്കുന്നതിൽ ബാപ്പ എന്നുള്ള നിലയ്ക്ക് എന്റെ പങ്കെന്താണ്? ബാപ്പയുടെയും ഉമ്മയുടെയും ജീവിതത്തെ ആനന്ദപൂരിതമാക്കുന്നതിൽ, സമാധാനപൂരിതമാക്കുന്നതിൽ മകനെന്നുള്ള, മകളെന്നുള്ള നിലയ്ക്ക് എന്റെ പങ്കെന്താണെന്ന് ഓരോരുത്തരും അപ്പോൾ ആലോചിക്കും. അങ്ങനെ ആലോചന വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കും. എന്താണെന്നറിയാമോ? അവിടെയാണ് ഹദീസുകളുടെ പശ്ചാത്തലം വരുന്നത്. നാം നമുക്ക് ആഗ്രഹിക്കുന്നത് അവരുടെ ക്ഷേമത്തിന് കൂടി, അവരിന് വേണ്ടി കൂടി ആഗ്രഹിക്കാത്തോടത്തോളം കാലം നിങ്ങൾ മുസ്ലിം ആവില്ല. ശ്രദ്ധിക്കണം, മുസ്ലിം A Muslim is a person who wishes what he wishes for himself, for others. അവനവന് വേണ്ടി കൊതിക്കുന്ന
സന്തോഷത്തെ, ആദരവിനെ, പരിഗണനയെ മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുന്ന ഒരാളാണ് മുസ്ലിം. പ്രവാചകന്റെ വചനമാണ്. മുസ്ലിമാന്ന് പറഞ്ഞ കാര്യമില്ല. ഇതുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്റെ മകന് സന്തോഷം ഉണ്ടാവണം, എന്റെ മകൾക്ക് സന്തോഷം ഉണ്ടാവണം, എന്റെ ഭാര്യയ്ക്ക് എന്നെ കാണുമ്പോൾ സന്തോഷം ഉണ്ടാവണം, എന്റെ ഭർത്താവ് എന്നെ കാണുമ്പോൾ സന്തോഷം ഉണ്ടാവണം, എന്റെ ബോസിന് എന്നെ കാണുമ്പോൾ സന്തോഷം ഉണ്ടാവണം, എന്റെ സബോർഡിനേറ്റ് എന്നെ കാണുമ്പോൾ സന്തോഷം ഉണ്ടാവണം, എന്റെ സുഹൃത്തിന് എന്നെ കാണുമ്പോൾ സന്തോഷം ഉണ്ടാവണം. നമ്മൾക്ക് പരസ്പരം സന്തോഷിക്കണം. അതിനെന്ത് വേണം? സന്തോഷം എങ്ങനെയാണ് അനുഭവിക്കുക, എങ്ങനെ അനുഭവിപ്പിക്കുക എന്നുള്ളതിന്റെ വ്യാകരണം നമ്മൾ പഠിക്കണം. നമ്മൾ ഒരുപാട് ഫിസിക്സും കെമിസ്ട്രി, ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ പഠിച്ച ആളാണ്. പക്ഷേ എങ്ങനെ മറ്റുള്ളവരോട് ഒത്തു ജീവിച്ചു പോകാം, സന്തോഷത്തോടു കൂടി വാഴാം എന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അത് പഠിച്ച ആൾക്കാരുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ അവരെവിടെ നിന്നാലും സന്തോഷം തരും. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇത് എങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തിൽ സന്തോഷദായകമാക്കേണ്ടത് എന്നുള്ളത് പഠിച്ച, അറിഞ്ഞ, മനസ്സിലാക്കിയ ഒരാളുടെ പ്രത്യേകത എന്താ വെച്ചാൽ അവരെവിടെയുണ്ടോ അവരെടുത്ത് എങ്ങനെയായാലും അവരിൽ നിന്ന് സന്തോഷത്തിന്റെ അനുരണം നിങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് പോകും. അത് വാക്കായി. ശ്രദ്ധിക്കണേ, എങ്ങനെയാ പോകുന്നത് ബാക്കി പറഞ്ഞു. ഞങ്ങളോട് ചോദിപ്പിക്കാം, എങ്ങനെയാണ് നിങ്ങളുടെ അകത്തുള്ള ആനന്ദത്തെ, സന്തോഷത്തെ, ക്ഷേമത്തെ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ സന്നിവേശിപ്പിക്കുന്നത്, പകർന്നു കൊടുക്കുന്നത്? എങ്ങനെയായിരിക്കും? മുഖഭാവം. മുഖം വളരെ പ്രധാനപ്പെട്ടതാണ്. മുഖം സുന്ദരമാണ്. ഈ മുഖം എന്ന് പറയുന്നതിനെ സൗന്ദര്യമാക്കുന്ന അമൂല്യമായ ഔഷധി അതെന്താണ്? പുഞ്ചിരിയാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ചിട്ട് നമ്മളോട് പുഞ്ചിരിക്കാൻ മറന്നില്ലേ പലപ്പോഴും? അല്ലെ, എത്ര മധുരോദാരമായ പുഞ്ചിരി എന്ന് പറയുന്ന സാധനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് അവിടെ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കണേ. നിങ്ങളുടെ പുഞ്ചിരി പോലും നിങ്ങളുടെ ജീവിതത്തെ സചേതനമാക്കുന്നതിൽ, സക്രിയമാക്കുന്നതിൽ, ധർമ്മിഷ്ഠമാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. പക്ഷെ നമ്മൾ അത് മറന്നു ചിരിക്കില്ല. ചിരിക്കുന്നവരുടെ മുഖം, ഒരു പുഞ്ചിരി, എന്നാൽ അതേ പുഞ്ചിരിയെ നോക്കി മറ്റൊരു കവി പറഞ്ഞത്, ഒരു വാഹുനിയനിക്കേകുനിക്കപ്പഴം ഒരു പുഞ്ചിരി. ഒരു വാക്കിന് എങ്ങോട്ടാ മാഷേ എന്ന് ചോദിച്ചാൽ എനിക്ക് സുഖമുണ്ട്. പക്ഷെ ഒരു പുഞ്ചിരി തരികയാണെങ്കിലോ എന്നെ അത് എന്താക്കും, എന്റെ അകത്തെ ദീപ്തമാക്കും, എന്റെ വെളിച്ചമാക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ദിവസം നിശ്ചയമായിട്ട് പ്രതിജ്ഞ എടുക്കുക, ഇന്ന് ഞാൻ എല്ലാവരോടും പുഞ്ചിരിച്ചേ. നിങ്ങൾ നോക്കുക, അന്ന് രാത്രി നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോഴേ ഞാൻ ആവർത്തിച്ച് എക്സ്പെരിമെന്റൽ എന്താ പറയുക, പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഗവേഷണങ്ങളുടെ ഫലപ്പെട്ടുണ്ടായിരുന്നു. നിങ്ങൾ പുഞ്ചിരിക്കുകയേ ചെയ്യൂ എന്ന് തീരുമാനിച്ച് വീട്ടിലേക്ക് ഒന്ന് വൈകിട്ട് തിരിച്ചു നോക്കുക, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല നന്മകളും സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ഊർജം കൂടിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് മറ്റുള്ളവരോടുള്ള എന്താ പറയാ വാത്സല്യം കൂടിയിട്ടുണ്ടാവും, നിങ്ങളെ മക്കൾ പ്രതീക്ഷിക്കാത്ത പലതും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്, നിങ്ങളുടെ ഇടയിലെ പെരുമാറ്റത്തിൽ വല്ലാത്ത ഒരു ലാവണ്യം കാണാം. നിങ്ങൾ നോക്കിക്കോട്ടെ, ഒരു ദിവസം തീരുമാനിക്കും ഞാൻ എന്റെ പുഞ്ചിരിച്ചേ എന്നിട്ട് എന്നോട് പറയാം, അഥവാ നടക്കില്ല എന്നെ വിളിച്ചു പറഞ്ഞു, ഇസ്മായിൽ ഭാഷ നിങ്ങൾ പറഞ്ഞ് ഞാൻ പുഞ്ചിരി തുടങ്ങി, ഞാൻ പടച്ചുകൊണ്ട് തൗഫീഖോട് ഞാൻ ചാച്ചാതി ചിരിച്ചത് നല്ലെങ്കിൽ ഒരു ചങ്ങായം ചിരിച്ചു വെറുപ്പ് പിടിച്ചു ഒന്നിന് പൊട്ടിച്ചു എന്ന് പറയാൻ പറയുന്നത്. എങ്ങനെ ചിരിക്കണം കൂടി നമ്മൾ പഠിക്കണം. കണ്ടോട്ടൊക്കെ പോയി കള്ളത്തിൽ ചിരിക്കുന്നത് നല്ല ദിവ്യമായ ഭക്ഷണമായ. This is one of the best tools that you have to communicate in your love inside you. നിങ്ങളുടെ അകത്തുള്ള സ്നേഹത്തെ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള നല്ല വഴിയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഒരു പുഞ്ചിരിയായിരിക്കും ഒരു ചങ്ങാതിയുടെ ദിവസത്തെ വെളിച്ചപ്പെടുത്തും. മനസ്സിലാവുന്നത്? അപ്പോ സ്നേഹിക്കാൻ അറിയുന്ന ആളുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അയാൾ എത്ര ഇരുട്ടിലാണെങ്കിലും അയാൾ പുഞ്ചിരിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങളുടെ ഭാര്യയുടെ കാര്യം